24 മെയ് മാസം 23-ാം തീയതി ഞങ്ങൾ ജപ്തിയായിട്ട് അതായതാ. ഈ ക്യാൻസർ വന്നതിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. വീണ് കൈ ഒടിഞ്ഞ് അതിനകത്ത് 1000 രൂപ ടോക്കന്. അതിനകത്ത് ഒരാളെ തെരഞ്ഞെടുത്ത് കൊടുക്കണം. വീട് വിൽക്കാനുള്ളതല്ല അത്. ഏഴ് ഓപ്പറേഷനായി. ഇനി സ്ഥലമില്ല ഓപ്പറേഷൻ ചെയ്യാൻ. അതെല്ലാവരും മാക്സിമം ആ ടോക്കൺ എടുത്തൊന്ന് സഹായിക്കണം. ഒരു ദിവസം ഒരു 3 തവണയെങ്കിലും ഞാൻ വീഴാറുണ്ട്. എന്റെ കാലിന്റെ വില. ഇത് ഗൂഗിൾ പേ ചെയ്തിട്ട് വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് ഇടണം. എന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പരും വേണം. അപ്പൊ നമ്മൾ ടോക്കൺ നമ്പർ അങ്ങോട്ട് ഇട്ട്. ടോക്കൺ 10,000 ടോക്കൺ. അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് ആ ആൾക്ക് ഈ വീടും വസ്തുവും നമ്മൾ പൂർണ്ണ ഒരു ബാധ്യതയില്ലാതെ കൊടുക്കാനാണ്. 1.5 വർഷം താമസിച്ചത്. 27 ലക്ഷം വാടകയ്ക്ക് താമസിച്ചിട്ടാ വീട് വെച്ചത്. വലത്തെ കണ്ണിലെ കാഴ്ച കുറഞ്ഞോണ്ടിരിക്കും. ഇപ്പൊ 40% ഉള്ളു. 60%. 6 സെന്റിൽ പണി കഴിപ്പിച്ച 2050 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ കാണുന്ന വീടാണ് 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആൾക്കാരും ഇതൊന്ന് ഷെയർ ചെയ്ത് ഈ കുടുംബത്തിനെ ഈ കടബാധ്യതയിൽ നിന്ന് നമുക്ക് രക്ഷിക്കാം. 2021 ഞങ്ങൾ ഈ ലോൺ എടുത്ത് വീട് വെച്ചത്. വീട് വെച്ച് അടച്ചോണ്ടിരിക്കുവായിരുന്നു. അതിനിടയിൽ എനിക്ക് സുഖമില്ലാതാവുകയും എൻ്റെ കാഴ്ച പോവുകയും അങ്ങനെയൊക്കെ ഇരിക്കും. എൻ്റെ ഹസ്ബൻഡിന്റെ നാട്ടിൽ വരേണ്ടി വന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോഴേ ലോണ് മുടങ്ങിപ്പോയി. എൻ്റെ പേര് രാജി. ഞാൻ കൊല്ലം ജില്ലയിലെ വെളിയം പഞ്ചായത്തിലെ തച്ചക്കോട് എന്ന സ്ഥലത്ത് നിന്ന്. എൻ്റെ ഈ വീടും 2021 വെച്ച വീടാണ്. ഇത് 2024 മെയ് മാസം 23-ാം തീയതി ഞങ്ങൾ ജപ്തിയായിട്ട് അതായതാ. ഇനിയിപ്പോ 25 ലക്ഷം രൂപ അടയ്ക്കേണ്ടുന്നത്. 25,000 എടുത്തത്. 8 ലക്ഷം രൂപയോളം ഞങ്ങൾ അടച്ചിട്ടുണ്ട്. അപ്പൊ അവര് ഞങ്ങൾ 1.5 ലക്ഷം രൂപ അടയ്ക്കാനുണ്ടായിരുന്നു. 3-4 മുടക്കം വന്നോളായിരുന്നു. അപ്പോഴും നമ്മൾ ഇറങ്ങണമെന്ന് പറഞ്ഞ് അടയ്ക്കാൻ നമുക്ക് നിവൃത്തിയില്ലായിരുന്നു. എൻ്റെ ചികിത്സയുടെ കാര്യമായിട്ടൊക്കെ ഒരുപാട് അസുഖങ്ങളുണ്ടോനെ. ഒരുപാട് അസുഖങ്ങളെന്ന് വെച്ചാൽ ഈ ക്യാൻസർ വന്നതിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. വീണ് കൈ ഒടിഞ്ഞ് കമ്പിയിട്ടിരിക്കുന്നതും പിന്നെ കാഴ്ച പോയി. അതിൻ്റെ വലത്തെ കണ്ണിലെ കാഴ്ച കുറഞ്ഞോണ്ടിരിക്കും. ഇപ്പൊ 40% ഉള്ളു. 60% കൂടെ ഉണ്ട്. അത് ഷുഗർ ബാധിച്ച് നരമ്പുകളൊക്കെ പൊടിഞ്ഞോണ്ടിരിക്കുക. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് എത്ര ദിവസത്തിനുള്ളിൽ ലോൺ ക്ലിയർ ചെയ്യണമെന്ന് അവിടെ ബാങ്കിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഈ മാസം കൂടെ തന്നിരിക്കുന്നു. ഈ മാസം ഫെബ്രുവരി 5-ാം തീയതി വരെ. ഫെബ്രുവരി 5-ാം തീയതിക്കുള്ളിൽ 25 ലക്ഷം രൂപ ബാങ്കിൽ അടച്ച് ഇത് എടുക്കണം. അത് ആരും മേടിക്കാൻ വന്നില്ലായിരുന്നു. ഈ ജപ്തി നോട്ടീസ് ഒട്ടിച്ചുകൊണ്ട് ആരും അതിന് വില തന്നില്ലായിരുന്നു. അവസാന നിമിഷത്തിലെ ഈ 6 മാസം കൊണ്ട് ബ്രോക്കർമാരല്ലാതെ പുറത്തുനിന്ന് ഒരാളും വന്ന് നമ്മളെ വസ്തു നോക്കിയിട്ടില്ലായിരുന്നു. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ ഇങ്ങനെ വിഘ്നേശ്വര ചാരിറ്റി ട്രസ്റ്റും ഇവിടുത്തെ മെമ്പറും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് പിന്നെ ഇങ്ങനൊരു റോയിലേക്ക് പോകേണ്ടി വന്നത്. വീട് പുതിയതായിട്ട് പണിഞ്ഞു കഴിഞ്ഞിട്ട് 1.5 വർഷം താമസിച്ചിട്ടുണ്ട്. അതെ, 2021 ലോൺ എടുത്തത്. 2021 ലോൺ എടുത്ത് വെച്ചിട്ട് 1.5 വർഷം താമസിച്ചു. 1.5 വർഷം താമസിച്ചത്. 27 ലക്ഷം വാടകയ്ക്ക് താമസിച്ചിട്ടാ വീട് വെച്ചത്. അതിനിടയ്ക്ക് വന്ന എൻ്റെ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഞങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ഇപ്പോഴും ഈ ക്യാൻസറിന്റെ ചികിത്സയിലാണോ? ചികിത്സ മരുന്ന് കഴിക്കുന്നുണ്ട്. അതിന് ഇപ്പൊ നെഗറ്റീവായിട്ട് ഇടയ്ക്ക് വെച്ച് ഒരു ഇച്ചിരി കൂടെ ഇത് കാണിച്ചായിരുന്നു. ഇപ്പൊ ഈ എത്ര ടോക്കൺ ഇതിനകത്ത് ഇടുന്നത്? ടോക്കൺ 10,000 ടോക്കൺ. അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് ആ ആൾക്ക് ഈ വീടും വസ്തുവും നമ്മൾ പൂർണ്ണ ഒരു ബാധ്യതയില്ലാതെ കൊടുക്കാനാണ്. ഒരു ടോക്കൺ എത്ര രൂപ? 1000 രൂപ. 1000 രൂപ. അതുപോലെ തന്നെ ഈ 1-ാം സമ്മാനം അല്ലാതെ നിരവധി സമ്മാനങ്ങൾ 10ഓളം സമ്മാനങ്ങളുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഇത് അവര് പിന്നെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും പിന്നെ അല്ലാതെ മെഷീന് 4 പിന്നെ മിക്സി എല്ലാം കൂടെ ഒക്കെ ഉണ്ട്. ഹലോ, ഇല്ല, അത് വീട് കൊടുക്കാനുള്ളതല്ല. അത് ടോക്കൺ വഴിയുള്ളതാ. 10,000 ടോക്കണിൽ ഒരാളെ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത്. അത് അതിനകത്ത് 1000 രൂപ ടോക്കന്. അതിനകത്ത് ഒരാളെ തിരഞ്ഞെടുത്ത് കൊടുക്കണം. വീട് വിൽക്കാനുള്ളതല്ല അത്. ഇത് ഞങ്ങൾ ഇതിനകത്ത് ഇറങ്ങിപ്പോയി. ഇനി അത് വിൽക്കാൻ പറ്റത്തില്ല. ഞാനിത് 6 മാസം വിൽക്കാനായിട്ട് ഇട്ടിരുന്ന വസ്തുവാ ഇത്.
പക്ഷെ നടന്നില്ല. ഇനി ഇതെല്ലാം ഒരുങ്ങിയിട്ട് എനിക്കത് വിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് ടോക്കൺ വഴി അത് കൊടുക്കാൻ പറ്റും. ഞാൻ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ടോക്കൺ മേടിച്ചിട്ടേ ടോക്കൺ വാങ്ങിച്ചോണ്ടിരിക്കുക. ഇതിനകത്ത് ഗൂഗിൾ പേ ചെയ്തിട്ട് വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് ഇടണം. എന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പരും വേണം. അപ്പൊ നമ്മൾ ടോക്കൺ നമ്പർ അങ്ങോട്ട് ഇട്ട് തരും. ടോക്കൺ കുറച്ചായിട്ടുണ്ട്. ജനുവരി 30 ഇതിന്റെ നറുക്കെടുപ്പ്. എനിക്കൊരു ആഗ്രഹമുള്ളൂ മോനെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം. റെഡിയാവും, ദൈവം അതെല്ലാം റെഡിയാക്കി തരട്ടെ. എനിക്ക് വിഷമമൊന്നുമില്ല. ഇന്നും ഞാൻ ഈ ഭാരങ്ങളെല്ലാം എടുക്കുമ്പോഴും ദൈവം തന്നില്ലേ. ഞാനൊരു പരാതി പോലും ദൈവത്തിനോട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഒരു ദിവസം ഒരു 3 തവണയെങ്കിലും ഞാൻ വീഴാറുണ്ട്. എന്റെ കാലിന്റെ വിലക്കുറവ് കാരണം. ഒരുപാട് യാത്ര ചെയ്യാനൊന്നും ഇല്ല. ഞങ്ങള് ഓട്ടോയിൽ, എനിക്ക് ബസ്സിനൊന്നും അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഞങ്ങളിങ്ങനെ ഈ 5 വർഷത്തിനിടയ്ക്ക് ഞാൻ ബസ്സിൽ 3-4 തവണയെ കയറിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓട്ടോയ്ക്കകത്ത് പോകാൻ എനിക്ക് നടക്കം വീഴും. ആളുകളൊക്കെ പറയും ഓട്ടോയ്ക്കകത്ത് കയറുന്നത് സൂചിച്ചിരിക്കാനല്ല. എന്റെ വീഴ്ചയെ പേടിച്ചിട്ടെനിക്ക് ഈ കണ്ണിന്റെ കാഴ്ച പോയ പിന്നെ നമ്മള് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ ഇന്നാള് ഓടയിൽ വീണ് ഇച്ചിരി നമ്മള് ഈ വലത്തെ കണ്ണിന്റെ ഇപ്പൊ കാഴ്ച പോയത് അങ്ങനെ വീണപ്പോഴാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പോഴാ ഷുഗർ വലത്തെ കണ്ണിനും ബാധിച്ചു പോയെന്ന് അറിയുന്നത്. 40% കുറഞ്ഞു പോയി. ഷുഗർ ഒട്ടും കുറയുന്നില്ല. എത്ര മരുന്ന് ചെയ്തിട്ടും കുറയുന്നില്ല. ടെൻഷനൊന്നും. ഷുഗറിന്റെ മരുന്ന് 10 വർഷം കൊണ്ട് കഴിക്കുന്നതാ. ക്യാൻസർ വന്നതിന് ശേഷമാണോ ഷുഗർ? അല്ല, അതിനു മുമ്പേ എന്റെ 32 വയസ്സിൽ വന്നതാ ഇത് ഷുഗർ. അതെന്റെ കണ്ണിനെയും ബാധിച്ചത്. ഇപ്പൊ ഷുഗർ ആണ് ഈ നരമ്പെല്ലാം പോയത്. ഒരു കണ്ണിനെങ്കിലും നല്ല കാഴ്ച കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പോവുക. നമ്മൾ നിൽക്കുന്ന ചിലപ്പോൾ വണ്ടിക്കകത്ത് ഇങ്ങനെ പിടിക്കും. നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പേടി എനിക്ക്. പെട്ടെന്ന് ഇതിന്റെ കാഴ്ച കുറഞ്ഞു പോകുന്നത്. കൈ ഒടിഞ്ഞിപ്പുറത്ത് ഇതായതാ. കൈ കമ്പിയിട്ടിരിക്കുക. ഈ ഒരു ശരീരത്തിന്റെ ഓപ്പറേഷൻ